പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമ്മനസ്സും സമാധാനമുള്ളവർക്ക് കർത്താവിൻ്റെ അനുഗ്രഹം കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചേർന്നിരിക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ വചനത്തോട് ചേർന്നിരിക്കുക, വചനം നിങ്ങളുടെ നാവിൽ അഗ്നിയായി മാറും. വചനത്തെ സ്നേഹിക്കുക, നിങ്ങളുടെ കുടുംബജീവിതം സ്നേഹമായി മാറും. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മൾ പുറപ്പാട് പുസ്തകം 1 മുതൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും 9-ാം അധ്യായം 22 മുതൽ 23 മുതൽ 35 വരെയുള്ള തിരുവചനം. നമ്മൾ എവിടെയെല്ലാം വായിക്കുന്നുണ്ടോ, ഒന്ന് പുറപ്പാട് 1-ാം പുസ്തകം മുതൽ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പുറപ്പാട് പുസ്തകം 10 വരെ വായിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഈ ഈജിപ്ത് രാജാവ് ഫറവോയുടെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലോചിക്കുക, ഒരു വിട്ടുവീഴ്ചയ്ക്കും അവൻ തയ്യാറാകുന്നില്ല. അവൻ വളരെ ബുദ്ധിപൂർവമാണ് പെരുമാറുന്നത്. മോശയുടെ അടുത്തും അഹോറവൻ്റെ അടുത്തും കർത്താവ് കന്മഴ പെയ്ച്ച് ഇടിവെട്ട് കൊടുങ്കാറ്റൊക്കെ അടിച്ച് അവിടുത്തെ മൃഗങ്ങളൊക്കെ കുറെ ചത്തുപോയി, മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് കഴിഞ്ഞപ്പോഴത്തേനും അവൻ പെട്ടെന്ന് ഇവരെ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി, ക്ഷമിക്കണേ, എത്രയും പെട്ടെന്ന് ഞാൻ ഇസ്രായേൽ മക്കളെ അയച്ചേക്കാം. അത് അവനൊരു നുണയാണ്. കാര്യം കണ്ടു കഴിയുമ്പോൾ അവൻ വേഗം പോയിട്ട് ഹൃദയം അങ്ങോട്ട് കഠിനമാക്കി അവൻ വീണ്ടും വിടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പ്രാവശ്യമാണ് യേശുനാഥനെ ഈ പറവ കളിപ്പിക്കണമെന്ന് നോക്കി. 1-2 പ്രാവശ്യമാണ്, ഇപ്പം 10 പ്രാവശ്യമായി. 10 പ്രാവശ്യം എന്ന് പറയുന്നെങ്കിൽ 10 അധ്യായത്തിലാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പ്രാവശ്യം വിടാം, ക്ഷമിക്കണം, അത് ഇത് തെറ്റിപ്പറ്റിപ്പോയി എന്നൊക്കെ പറയും. പിന്നെ വീണ്ടും അവൻ്റെ ഹൃദയം കരിങ്കല്ല് പോലെ ആയിട്ട് അവൻ വിട്ടുകൊടുക്കില്ല, അവൻ പിണ്ടാട്ട് പയ്യണമില്ല. അങ്ങനെ അവരെ ഇട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയും നമ്മുടെ നാമത്തിൽ മനുഷ്യരുണ്ടാവും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവമായ കർത്താവിനെയാണ് അവൻ ഇതുപോലെ ഇട്ട് കളിപ്പിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. വചനം ശ്രമിക്കാം. 9-ാം അധ്യായം 23-ാം വാക്യം. മോശ തൻ്റെ വടി ആകാശത്തിലേക്ക് നീട്ടി, കർത്താവ് ഇടിയും കന്മഴയും അയച്ചു. മോശ തൻ്റെ വടി ആകാശത്തിലേക്ക് നീട്ടി. ഈ വടിക്കൊരു പ്രത്യേകതയുണ്ട്. കർത്താവ് കൊടുത്തിരിക്കുന്ന അനുഗ്രഹമായ ഒരു വടിയാണത്. അത് മോശ എന്ത് കാണിച്ചാലും എന്ത് പറയിച്ചാലും അതവിടെ പ്രവർത്തിച്ചിരിക്കും. ആ വടിക്കൊരു പ്രത്യേകതയുണ്ട്. അപ്പം നേരെ വടി ആകാശത്തേക്ക് ഉയർത്തി. എന്നിട്ട് അവൻ പ്രാർത്ഥിച്ചിട്ട് മഴ പെയ്യട്ടെ, ഇടി വെട്ടട്ടെ, കൊടുങ്കാറ്റടിക്കരുത്. അതുപോലെ തന്നെ അങ്ങോട്ട് സംഭവിച്ചു. മഴ അങ്ങോട്ട് കന്മഴ ആഴ്ച. അവൻ പേടിച്ചു പോയി. ആര്? പറവ. ഇതുപോലെ ഉണ്ടാവുമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. അയച്ചു. മിന്നൽ പിണരുകൾ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി. മിന്നൽ പിണരുകൾ, ഇടിമിന്നലാണത്. ഇടിമിന്നൽ എന്താണെന്ന് നോക്കിയാൽ അങ്ങോട്ട് താഴെ ഇറങ്ങി പൊട്ടുക. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. കാരണം അവൻ്റെ കഠിന ഹൃദയം ഉരുകണം. ഐസ് ഉരുകണ പോലെ ഉരുകിയെങ്കിൽ മാത്രമേ അവന് ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? അവൻ ചെന്ന് നോക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ നല്ല പണിക്കാരാണ്, നന്നായിട്ട് പണിയെടുക്കണം. അപ്പോൾ ഇവരെ വിട്ടാൽ ശരിയാവില്ല എന്നൊന്ന് പറഞ്ഞു കളയാം. വിടില്ല. അവൻ്റെ ഹൃദയം ഒന്നുകൂടെ കഠിനമാവും. അപ്പോൾ കർത്താവ് വേറൊരു വഴി തുറന്ന് അവൻ്റെ നാട്ടിനെ നശിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ ഉടനെ വന്നിട്ട് കാൽക്കൽ വീഴും മോശയുടെ. അപ്പോൾ മോശ
ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കർത്താവിങ്കിലേക്ക് വന്നിട്ട് കരം നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മനസ്സലിഞ്ഞ് അത് നിർത്തി കൊടുക്കും. അവൻ പറയുന്നുണ്ട്, ഞാൻ ഇനി തെറ്റുകൾ ചെയ്യില്ല, എൻ്റെ ജനവും ഞാനും കർത്താവിനെതിരായി പാപം ചെയ്തു പോയി, ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് അവൻ്റെ ഒരു അടവായിരുന്നു. അവസാനം അവൻ്റെ ഹൃദയം വീണ്ടും കഠിനമായി. അവൻ ഇസ്രായേൽ മക്കളെ വിട്ടുകൊടുത്തില്ല, പിടിച്ചു വെച്ചിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഈജിപ്തിൽ കന്മഴ പെയ്യിച്ചു. ഈജിപ്തുകാർ ഒരു ജനമായി രൂപം കൊണ്ട ശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം മിന്നൽ പിണരുകൾ അവരുടെ ഇടയിൽ ശക്തമായി കന്മഴ വർഷിച്ചു. ശക്തമായ മഴ, വെള്ളപ്പൊക്കം, കാറ്റ്, ഇടിമിന്നൽ. കർത്താവ് വിട്ടീണ്. കർത്താവ് അറിയാണ്ട് മഴ പെയ്യുന്നില്ല, ഇടിമിന്നലുന്നില്ല. കാരണം അവൻ ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അപ്പോൾ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഇങ്ങനെ ചെയ്തതാണെങ്കിൽ ഇപ്പോഴെങ്ങനെയുണ്ടാവും? നമ്മൾ പാപം ചെയ്ത് ഇങ്ങനെ പോകുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ, പല പാവങ്ങളൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാ? നമ്മുടെയൊക്കെ വിചാരം കർത്താവൊന്നും കാണുന്നില്ല, നമ്മുടെ ദൈവം കാണുന്നില്ല, നമ്മുടെ ദൈവം നല്ല ദൈവം, അത് പ്രശ്നമില്ല. അങ്ങനെയല്ല കേട്ടാ. കർത്താവിന് കോപം വന്നാലുണ്ടല്ല, നശിപ്പിച്ച് കളയും എല്ലാത്തിനും. ഹല്ലേലൂയ. കന്മഴ വർഷിച്ചു. അത് ഈജിപ്തിലെ വയലുകളിൽ ഉണ്ടായിരുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം നശിച്ചുപോയി. ഒക്കെ നശിച്ച്, മനുഷ്യനും ചത്തുക്കുളയും, വെള്ളപ്പൊക്കവും, അത് മൃഗങ്ങളും. മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ മഴയായിരിക്കും. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ടാപ്പ് തുറക്കണ പോലെ വെള്ളം അങ്ങ് വന്ന് പെട്ടെന്ന് ഭൂമി നിറഞ്ഞ് മൃഗങ്ങളൊക്കെ ചാകാന്ന് പറയണത് വെള്ളപ്പൊക്കം വന്നിട്ടാണ് പെട്ടെന്ന്. ഹല്ലേലൂയ. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇസ്രായേൽ മക്കളുണ്ട് അതിൻ്റെ ഇടയിൽ. അവരുടെ പറമ്പിലോ അവരുടെ താമസിക്കുന്ന സ്ഥലത്തോ മഴയോ ഇടിമിന്നലോ ഒന്നും ഇല്ല. അത് കർത്താവ് അവരെ ഒഴിച്ച് മാറ്റി നിർത്തിയേക്കുകയാണ്. കണ്ടോ? അത് അവൻ്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യും. ഹല്ലേലൂയ. മൃഗങ്ങൾ നശിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ചെടികളെയും വൻ മരങ്ങളെയും നിശേഷം തകർത്ത് കളഞ്ഞു. കണ്ടോ? മരവും ചെടികളും വാഴ പച്ചക്കറികൾ അതെല്ലാം അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞു കർത്താവ്. കാരണം എൻ്റെ ജനത്തെ ആരാധിക്കാൻ എനിക്ക് മരുഭൂമിയിലേക്ക് വിട്ടിടാൻ പറഞ്ഞിട്ട് അവൻ വിടുന്നില്ല. 1 മുതൽ പറയുന്നു, 1-ാം വചനം മുതൽ 10-ാം വചനത്തിലേക്ക് വരുമ്പോഴും ഇപ്പോൾ 9-ആണ് കടന്നുകൊണ്ട് പോയിരിക്കുന്നത്. ലാസ്റ്റ് പറയുന്നത് അവൻ വിടില്ല, അവൻ്റെ ഹൃദയം വീണ്ടും കഠിനമായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. യേശുവേ നന്ദി. വിശേഷം തകർത്ത് കളഞ്ഞു. ഇസ്രായേൽക്കാർ വസിച്ചിരുന്ന വീടുകൾ മാത്രം കന്മഴ പെയ്തില്ല. ഇസ്രായേൽക്കാർ താമസിച്ചിരുന്ന ഭവനത്തിനും പറമ്പിനും ചുറ്റും കന്മഴ പെയ്ച്ചില്ല കർത്താവ്. അവിടെ വേലി കെട്ടി, ജോബിനെ വേലി കെട്ടി സംരക്ഷിച്ചതുപോലെ കർത്താവ് വേലി കെട്ടി സംരക്ഷിക്കും. എപ്പോഴാണെന്നറിയാമോ? അവനോട് ചേർന്നിരിക്കുമ്പോൾ. ഇസ്രായേൽ മക്കളുടെ ഒരു ഗുണം എന്താണ്? കർത്താവിനോട് ചേർന്നിരിക്കുന്നവർ. നമ്മളെ കണ്ണുകൊണ്ട് നമ്മളിപ്പോഴും കാണുന്നുണ്ടല്ലേ, എത്ര രാജ്യമാണ് അവരെ അടിക്കണതല്ലേ, യുദ്ധം ബോംബിട്ട് തകർക്കാൻ നോക്കണം. കുറച്ച് പേര് പോയി, എന്നാലും അവർ നശിപ്പിക്കാൻ നമ്മുടെ ദൈവമായ കർത്താവ് അനുവദിക്കില്ല. എന്താണെന്ന് അറിയാമോ? യേശുനാഥൻ ജനിച്ച നാടാണത്. അതൊന്ന്. 2, ഇസ്രായേൽ മക്കൾ യേശുനാഥൻ്റെ സ്വന്തം സഹോദരന്മാരാണ്, സഹോദരിമാരും സഹോദരൻ. 3, അവരെ പോലെ പ്രാർത്ഥിക്കുന്നവർ വേറെയില്ല. 4, ദശാംശം കൊടുക്കുന്ന വ്യക്തികൾ. 5, ഞായറാഴ്ച ദിവസങ്ങളിൽ അവർ ശാബത്ത് ആചരിക്കുന്ന വ്യക്തികൾ. അതൊക്കെ കർത്താവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് കർത്താവ് അവിടെ മേൽ ഒരു പൊടി പോലും വീഴാൻ അവർ സമ്മതിക്കില്ല. കർത്താവ് തടയും. നോക്കിയേ, 1000 കോടി ചില മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. കർത്താവ് ഒരാൾ മതി അവരെയൊക്കെ തകർത്ത് കളയാൻ. പക്ഷെ അതിൽ നല്ലവരുണ്ടെങ്കിൽ
അവനെ രക്ഷിക്കാനും കർത്താവിന് സാധിക്കും. അടുത്ത വാക്യം 27 വാക്യം. ഫറവോ മോശയും അഹറോനെ ആളയച്ചു വരുത്തി. അല്ല, ഇതിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങളും മരങ്ങളും ഭൂമിയിലെ കൃഷികളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആളയച്ചിട്ട് ആളയച്ചു വരുത്തി പറഞ്ഞ്, ഈ പ്രാവശ്യം ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു. ഫറവോ പറയുന്നു, ഈ പ്രാവശ്യം ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു. അവൻ എത്ര പ്രാവശ്യമാണ് തെറ്റ് ചെയ്താക്കണമെന്നുള്ളത് അവന് തന്നെ അറിയില്ല. 9 പ്രാവശ്യം ഇതിൽ കാണുന്നിടത്ത് 9 18 10 സ്ഥലത്ത് അവൻ ഹൃദയം കഠിനമാക്കി ആളെ വിട്ടയക്കണേ ഇല്ല. ഇപ്പം പറഞ്ഞു, ഈ പ്രാവശ്യം ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു. കർത്താവ് നീതിമാനാണ്. അവൻ പറയുന്നു, കർത്താവ് നീതിമാനാണ്. ഞാനും എൻ്റെ ജനവും തെറ്റുകാരുമാണ്. കർത്താവ് നീതിമാനാണ്, ഞാനും എൻ്റെ ജനവും തെറ്റുകാരാണ്. ഫറവോ പറയണം, അവനെല്ലാം അറിയാം. അപ്പോൾ എന്നിട്ട് അവൻ പറയണം എന്താണെന്ന് നോക്കിയോട്ടാ, തെറ്റുകാരാണ്. ഇടിമുഴക്കത്തിനും കന്മഴയ്ക്കും അറുതി വരാൻ വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. അഹറോൻ മോശയോട് പറയുന്നു, തെറ്റ് ചെയ്തു പോയി. കന്മഴയും ഇടിമുഴക്കമൊക്കെ നിൽക്കാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെ വിട്ടയക്കാം. ഇസ്രായേൽ മക്കളെ വിട്ടയക്കാം എന്നാണ് അവൻ പറയണത്. ഇനി നിങ്ങൾ അല്പം പോലും വൈകേണ്ട. ഇസ്രായേൽ മക്കളെ ഞാൻ ഉടനെ വിട്ടേക്കാം. ഇതൊന്ന് നിർത്തിത്താട്ട്, ഇനി ഒട്ടും വൈകണ്ട എന്ന് അവൻ ഉറപ്പ് പറയും. സംഭവിക്കണം എന്താണെന്ന് കേട്ടോ ലാസ്റ്റ്. ഹല്ലേലൂയ. ഒട്ടും വൈകേണ്ട. മോശ അവനോട് പറഞ്ഞു, ഞാൻ പട്ടണത്തിൽ നിന്നും പുറത്ത് കടന്നാൽ ഉടൻ കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കാം. ഈ മഴയും ഇടിവെള്ളലും ഒക്കെ നിൽക്കാൻ വേണ്ടി സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കാം. ഫറവോയോട് മോശ പറയും. അപ്പം അത്രയും സ്വാതന്ത്ര്യമുണ്ട് മോശയ്ക്ക് ഫറവോയുടെ മുമ്പിൽ. കാരണം മോശ വളർന്നു വന്നത് ഫറവോയുടെ അണ്ടറിലാണ്. അതുകൊണ്ട് ഒരു ബഹുമാനം ഫറവോയ്ക്ക് മോശയുടെ അടുക്കലുണ്ട്. എന്നാൽ ദൈവമായ കർത്താവ് മോശേനെ ദൈവമാക്കി മാറ്റിയേക്കുകയാണ്. അഹറോനാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ ഫറവോയുടെ മുമ്പിൽ മോശയാണ് പ്രവർത്തിക്കുന്നത്, ജനത്തിൻ്റെ മുമ്പിൽ അഹറോനും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. അപ്പോൾ ഇടിമുഴക്കം അവസാനിക്കുകയും കന്മഴ നിലയ്ക്കുകയും ചെയ്യും. ഇടിമിന്നലും മാറും, ഈ ഭയങ്കര ശക്തമായ മഴയും മാറും. ഞാൻ പ്രാർത്ഥിക്കാം, അത് നടക്കും, കർത്താവ് കേൾക്കും എന്ന് മോശ അഹറോന് വാക്ക് കൊടുക്കുകയും. ഹല്ലേലൂയ. അങ്ങനെ ഭൂമി മുഴുവൻ കർത്താവിൻ്റേതാണെന്ന് നീ ഗ്രഹിക്കും. അപ്പോൾ നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് മാറിക്കഴിയുമ്പോൾ നീ ഭൂമി മുഴുവനും കർത്താവിൻ്റേതാണെന്ന് നീ അറിയും എന്ന് മോശ ഫറവോയോട് പറയുന്നു. എന്നാൽ നീയും സേവകരും ദൈവമായ കർത്താവിനെ ഇപ്പോഴും ഭയപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. ദൈവമായ കർത്താവിനെ നീ അറിയുന്നുമില്ല, ഭയപ്പെടുന്നുമില്ല. നീ നുണ പറഞ്ഞ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. കർത്താവ് വിടുന്നുണ്ട് ഓരോ മഹാമാരികളും. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് വീണ്ടും അത് നിന്നിൽ നിന്നും ഒഴിവാക്കി തരുന്നുണ്ട്. പക്ഷെ നീ അറിയുന്നില്ല. കതിരിട്ട ബാർലിയും പുഷ്പിച്ച പൂക്കളും നശിപ്പിക്കപ്പെട്ടു, എന്നാൽ ഗോതമ്പിനുള്ളിൽ നിന്നും നശിച്ചില്ല. ഗോതമ്പ് വയലിൽ നിന്നും നശിച്ചില്ല. അത് മാത്രം നശിപ്പിക്കാതെ കർത്താവ് അത് നിർത്തി. കർത്താവിന് എല്ലാം സാധിക്കും. ഒന്നും കർത്താവിൻ്റെ മുമ്പിൽ അസാധ്യമായിട്ട് ഇല്ല.
കാരണം അവ വളർച്ച പ്രാപിച്ചിരിക്കുന്നു. കാരണം അവ വളർച്ച പ്രാപിച്ചിരുന്നില്ല ഗോതമ്പുകൾ. അപ്പോൾ അത് കാറ്റടിച്ച് മറിഞ്ഞു വീഴാനുള്ളതൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് നശിപ്പിക്കാൻ കർത്താവ് അനുവദിച്ചില്ല. വീണ്ടും നോക്കിയിട്ടോ, മോശ ഫറവോയുടെ അടുക്കൽ നിന്നും പുറപ്പെട്ടു പട്ടണത്തിന് വെളിയിലേക്ക് പോയി. മോശ പട്ടണത്തിന് വെളിയിലേക്ക് പോയിട്ട് തിരിച്ച് കർത്താവിന് മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ഇടിമിന്നലും കന്മഴയെല്ലാം നിർത്തണമേ എന്ന് കരങ്ങൾ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് അത് കേൾക്കും, കർത്താവ് അനുഗ്രഹിക്കും. അപ്പോൾ ഈ കരം പിടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് കർത്താവിൻ്റെ മുമ്പിൽ ശക്തിയുണ്ട്. നമ്മൾ കരം പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തി നമ്മുടെ കരങ്ങളിലേക്ക് വരും. അത് കൈകൂപ്പി പിടിച്ചെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല. അത് കിട്ടണം എപ്പോഴാണെന്നറിയാമോ? കുർബാനയുടെ സമയത്ത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കരം പിരിച്ചു പിടിക്കണം. അത് കർത്താവ് ഇഷ്ടപ്പെടുന്നുണ്ട്, കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യണം എന്താണ്? മനുഷ്യനെ ബോധിപ്പിക്കും. കർത്താവ് ഇടപെടൂല. ഫറവോന്റെ ഗതിയാണ്. ഫറവോ ദൈവമായ കർത്താവിനെ അറിയുന്നുണ്ടോ? ഇല്ല. ഒരു ചടങ്ങ് മാത്രം, തെറ്റ് ചെയ്തു പോയി, അങ്ങനെ ചെയ്തു. അതാണ് നമ്മൾ കർത്താവിനെ ആരാധിക്കണം. അവനെ ആരാധിക്കാൻ അവിടം വിട്ട് ഇറങ്ങി വരണം പുറത്തോട്ട്. എന്നിട്ട് കരം പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവ് കേൾക്കുന്നത്. ഇല്ലെങ്കിൽ നീ സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഫലമേ നമുക്കുണ്ടാകും. ഇത് സത്യം. വേണ പരീക്ഷിച്ച് നോക്കിയോ ലളിയ. കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചു. 33-ാം വാക്യത്തിലാണ് കേട്ടോ. 9-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചു. അത് ഇപ്പോഴും വേണം, അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അപ്പം എന്ത് സംഭവിച്ചു? ഉടനെ ഇടിമുഴക്കം കന്മഴയും നിലച്ചു. ഉണ്ടാ മോശ കൈ വിരിച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ ഈജിപ്റ്റ് ദേശം മുഴുവനും മഴയും ഇടിവെട്ടും കൊടുങ്കാറ്റും ഒക്കെ സ്റ്റോപ്പായി. നമ്മുടെ കുടുംബത്തിൽ വഴക്ക്, ദേഷ്യം, കടബാധിത, പുകവലി, മദ്യപാനം, ചീട്ടുകളി, വേണ്ടാത്ത വഴികൾ നടക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും കരം പിടിച്ച് കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ, അത് ഇടപെടുകയും ചെയ്യും. അതിനു മുമ്പ് കുമ്പസാരിച്ചൊരുങ്ങണം. പാവം കടുകും മണി പോലും നമ്മുടെ ഹൃദയത്തിലോ ബുദ്ധിയിലോ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് നീ കരം പിടിച്ച് പ്രാർത്ഥിച്ച് നോക്കിയേ, കർത്താവ് ഉത്തരം തന്നിരിക്കും. 2 വഞ്ചിയിൽ കാലി കുത്തിയിട്ട് കർത്താവേ അനുഗ്രഹിക്കണേ വരണേ എന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, നീ ആരാണ്? നിന്നെ ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പം നമ്മൾ പറയും, എല്ലാ ഞായറാഴ്ചയും 9:30 മണിക്കുള്ള കുർബാനയ്ക്ക് ഞങ്ങൾ വരുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്, നിന്റെ ശരീരം ഭക്ഷിക്കുന്നുണ്ട്, കൈകൂപ്പി നിൽക്കുന്നു, കൈകൂപ്പി മുട്ടുകുത്തിയെല്ലാം നിൽപ്പുണ്ട്. കർത്താവ് പറയും, നിന്നെ ഞാൻ അറിയുന്നില്ല, നീ ആരാണ്? ദൂരെ പോകാൻ പറയും. ഞാൻ പറയണ കേട്ടാ, വചനത്തിലുണ്ട് അങ്ങനെ. ഹല്ലേലൂയ. അതിനുശേഷം മഴ പെയ്തില്ല. കണ്ട, അതിനുശേഷം മഴ പെയ്തില്ല. മോശ കരം പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിനുശേഷം മഴ പെയ്തില്ല. ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. എന്തിനാണ് കരം പിടിച്ച് പ്രാർത്ഥിക്കുന്നത്? വെറുതെ പ്രാർത്ഥിച്ചാൽ പോരെ? നിങ്ങൾ പ്രാർത്ഥിക്കണ പോലെ, നമ്മൾ പ്രാർത്ഥിക്കണ പോലെ വെറുതെ കൈയും കെട്ടി നിന്നിട്ട് പ്രാർത്ഥിച്ചാൽ പോലെ, അല്ലെങ്കിൽ കൈ താഴെ ഇട്ടിട്ട്, അല്ലെങ്കിൽ കൈ കൂപ്പി നിന്നിട്ട് പ്രാർത്ഥിച്ചാൽ പോലെ. അല്ല, അതിലെല്ലാത്തിനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കരം വിരിച്ചു പിടിക്കുക. വിശറി പോലെ മുകളിലോട്ട് സുഖത്തിലേക്ക് അടുത്ത് നിൽക്കുന്നവനെ കണ്ടുകൊണ്ട് നീ കൈകൂപ്പി നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് അടി കിട്ടാനേ സാധ്യത. ഹല്ലേലൂയ.
യേശുവെ നന്ദി, യേശു ആരാധന. പൂർണ്ണമായി നിലച്ചെന്ന് പറവ കണ്ടപ്പോൾ, അങ്ങനെ കൺമഴ പെയ്തില്ല. പിന്നെ മഴയും കന്മഴയും ഇടിമുഴക്കവും പൂർണ്ണമായി നിലച്ചെന്ന് പറവ കണ്ടപ്പോൾ, പറവ കാണുകയും ചെയ്ത് അവസാനം അവനും സേവകരും വീണ്ടും പാപം ചെയ്യുകയും ഉണ്ടാവും. മഴ പെയ്തില്ല, അവൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് മഴ മാറ്റാം എന്ന് മോശ പോയി കരം പിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു. മഴ നിന്ന്, ഇടിമുഴക്കം നിന്ന്, കാറ്റുകൾ എല്ലാം നിലച്ച് ശാന്തമായി കൂടി. ഇത് പറവ കാണണം. മഴയും കന്മഴയും ഇടിമുഴക്കവും പൂർണ്ണമായി നിലച്ചെന്ന് പറവ കണ്ടപ്പോൾ അവനും സേവകരും വീണ്ടും പാപം ചെയ്തു. വീണ്ടും പാപം ചെയ്യുന്നു. എന്താണ് പാപം ചെയ്യണത്? അവൻ്റെ സ്വഭാവം തന്നെ. ഇസ്രായേൽ മക്കളെ വിടില്ല, അവൻ വിടാന്ന് പറഞ്ഞാണ്. എന്താ പറഞ്ഞ മോളിൽ പറഞ്ഞിരുന്നല്ലേ, ഞാനും ഈ ജനമെല്ലാം കർത്താവിനെതിരായി തെറ്റി ചെയ്തു പോയി, ഇനി അത് ഒരിക്കലും ഉണ്ടാവില്ല, ധൈര്യമായി നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ അവരെ വിട്ടു നിന്നേക്കാം എന്ന് വാക്ക് പറഞ്ഞതാണ് അവിടെ മോളിൽ. ഇപ്പം ഇതിവിടെ കണ്ട, വീണ്ടും പാപം ചെയ്തു, കഠിന ഹൃദയവുമായി ചെയ്തു. കഠിന ഹൃദയമാക്കി, കഠിന ഹൃദയവുമായി ചെയ്തു. കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ പറവോയുടെ ഹൃദയം വീണ്ടും കഠിനമായി. വീണ്ടും കഠിനമായി. ഒരു പ്രാവശ്യമായി, വീണ്ടും അവൻ ആദ്യം പറഞ്ഞാണ് വിട്ടുതരാന്നൊക്കെ, അതൊക്കെ അവൾ മറന്നു. വീണ്ടും കഠിനമായി. അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല. ഈ പ്രാവശ്യം വിട്ടയച്ചില്ല. യേശുനാഥൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയേക്കണതല്ലേ, നമുക്ക് കാണാൻ പറ്റും. സ്ഥിരമായിട്ട് എൻ്റെ ഈ പുറപ്പാട് 1 മുതൽ 9 വരെയും കേൾക്കുന്ന സഹോദര, നിങ്ങൾക്കത് മനസ്സിലാകും. പറവ എത്ര സ്ഥലത്താണ് കർത്താവിനെ പറ്റിക്കണത്. 1 or 2 പ്രാവശ്യമാണ്. ഒരുപാട് പ്രാവശ്യം മോശ വഴി കർത്താവിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മോശ പറവയുടെ വാക്ക് കേട്ട് മുമ്പോട്ട് പോകുന്നു. എന്നാൽ കർത്താവ് സത്യസന്ധനും നീതിമാനുമാണ്. അവൻ്റെ അടുത്ത് വഞ്ചനയില്ല, അവൻ്റെ മുമ്പിൽ നുണകളില്ല, അവൻ്റെ മുമ്പിൽ ദേഷ്യമരിശമില്ല. ഇന്നലത്തെ കാര്യം ഇന്നലെ കഴിഞ്ഞ് ഓരോ പ്രഭാതത്തിലും കർത്താവിന് മുമ്പിൽ നിൽക്കുന്നവർക്ക് അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പുതിയത് കടന്നു വന്നിരിക്കുന്നു. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതത്തിനും ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വരണ സമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുള്ളൂ. ആമേൻ. നാളെ 10-ാം വാക്യത്തിലേക്കാണ് നമ്മൾ വരുന്നത് കേട്ടോ. കർത്താവ് ഉറച്ചു നിൽക്കുന്നു. കാരണം ഇസ്രായേൽ എൻ്റെ ജനത്തെ വിട്ടയക്കുക, എന്നെ ആരാധിക്കാൻ മരുഭൂമിയിലേക്ക് വിട്ടയക്കാൻ മോശ പറവയോട് പറഞ്ഞിട്ട് അവൻ ചെയ്യാന്നൊക്കെ പറയും, അവസാനം വിട്ടുകൊടുക്കില്ല, വഞ്ചിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമായ കർത്താവേ, പിതാവ് തന്നിരിക്കുന്ന ഈ വചനം പുത്രൻ മഹത്വപ്പെടുവാൻ ഇത് കേൾക്കുന്നവരും വായിക്കുന്നവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴെല്ലാം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. കാരണം നീ മനുഷ്യരെ പിടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. അതെങ്ങനെ സാധിക്കും? കർത്താവിൻ്റെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. നിന്നിലേക്ക് തന്നെ നീ ചുരുങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിനക്ക് വെളിച്ചമുണ്ടാകുകയില്ല, ഇരുട്ടായിരിക്കും. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് മാറണം കർത്താവിനെ പോലെ. അപ്പോൾ നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം വരാൻ തുടങ്ങും. കർത്താവിൻ്റെ കരം നിന്റെ മേൽ വരും. സത്യമായി കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ വചനം അടിമുടി മാറുകയില്ല. ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ എൻ്റെ വചനം ഒരു കാലത്തും മാറുകയില്ലെന്ന് കർത്താവ് വ്യക്തമായി ബൈബിളിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അന്വേഷിക്കുവിൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടും.
അന്വേഷിക്കുന്ന ഏതവർക്കും മുട്ടുന്ന ഏതവർക്കും കരം തുറന്ന് കൊടുക്കുന്നവനാണ് നമ്മുടെ ഇസ്രായേൽ ദൈവമായ കർത്താവ്. ഹല്ലേലൂയ, അവന് മഹത്വമുണ്ടാകട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന.